സ്മാർട്ട് സിറ്റി കേരളത്തിൽ നിന്നുപോകുമെന്ന കണക്കുകൂട്ടൽ ആർക്കും വേണ്ട എന്ന് നിലപാടെടുക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് സർക്കാരും. ടീക്കോമിന് നൽകുന്നത് നഷ്ടപരിഹാരമല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പറയുന്നു. സ്മാർട്ട് സിറ്റി കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചത് ഒന്നും നിലച്ചു പോകില്ല എന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ നിലപാട്. ഊഹാപോഹങ്ങൾ ഒന്നിന്റെയും അടിസ്ഥാനമില്ല. കേരളത്തിന്റെ ഭാവി വികസനത്തിൽ IT മേഖലയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞുവിടുക എന്ന സമീപനമല്ല ഇടത് സർക്കാരിനുള്ളതെന്ന് പ്രതിപക്ഷവും ഓർക്കണം. UAEയിലെയും കേരളത്തിലെയും സർക്കാരുകൾ ഇടപെട്ടുകൊണ്ടുള്ള വിവിധ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. രണ്ട് സർക്കാരുകളുടെയും സഹകരണത്തിന്റെ ഭാഗമായാണ് സ്മാർട്ട് സിറ്റി കരാർ എന്നുകൂടി പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോൾ ഓർക്കണമെന്നും മുഖ്യമന്ത്രി പറയുന്നു. സ്ഥലം ഏറ്റെടുക്കാനാണ് സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയും അവിടെ എന്നതിൽ കമ്മിറ്റിയുടെ നിർദ്ദേശം കൂടി വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷമാകും തീരുമാനമാകുന്നത്. സ്മാർട്ട് സിറ്റിയിൽ ടീക്കം വാങ്ങിയ ഓഹരി വിലയാണ് തിരികെ കൊടുക്കേണ്ടി വരിക. അത് നഷ്ടപരിഹാരമല്ല, കരാറിന്റെ ഭാഗമായി വരുന്ന കാര്യം തന്നെയാണ്. സർക്കാർ ഉടമസ്ഥതയുള്ള പൊതുമേഖലാ സ്ഥാപനമായി ഇപ്പോഴത്തെ സ്മാർട്ട് സിറ്റി ഇടം നിലനിൽക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. വയനാട് ദുരന്തം സംബന്ധിച്ച് സഹായം കേന്ദ്രം കഴിഞ്ഞ 100 ദിവസമായിട്ടും വൈകിക്കുന്നു. പ്രധാനമന്ത്രി വയനാട്ടിൽ സന്ദർശനം നടത്തിയിട്ട് 100 ദിവസം കഴിഞ്ഞു. ഇതിനിടെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായ പ്രതിക്ഷോഭങ്ങൾക്ക് രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ കേന്ദ്രം ധനസഹായം നൽകി. എന്നാൽ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ കേരളത്തിന് പ്രത്യേക സഹായമായി 1 രൂപ പോലും അനുവദിച്ചിട്ടില്ല എന്നതാണ് പ്രത്യേകത. കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടെടുക്കുന്നു. കേരളം കണക്ക് നൽകാത്തത് കൊണ്ടാണ് കേന്ദ്രം സഹായം അനുവദിക്കാത്തത് എന്ന വാദവും തെറ്റാണ്. ഇല്ലാത്ത കാലാവസ്ഥ മുന്നറിയിപ്പ് പറഞ്ഞാണ് ഒരിക്കൽ കേന്ദ്രം കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചത്. വയനാട് ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കേന്ദ്രം ഒളിച്ചോടുകയാണ്. ഓഗസ്റ്റ് 17-ന് കേരളം കേന്ദ്രത്തിന് നിവേദനം നൽകി. 1202 കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത്. മെമ്മോറാണ്ടം നൽകിയിട്ട് 3 മാസം കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ തീരുമാനമൊന്നുമായില്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റേത് കേരളത്തിനെതിരായ നിലപാടുകൾ തന്നെയെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിന് പറയേണ്ടി വരുന്നതും.